കോടതി വിധിയിൽ സംതൃപ്തരാണ്. അതെ അതെ, 2 വർഷത്തെ പോരാട്ടം. 770 ദിവസമായി ഇന്ന്. അതുകൊണ്ട് വധശിക്ഷ പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങൾ. ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വിധിയിൽ സംതൃപ്തരാണ് ഞങ്ങൾ. എങ്കിലും ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ, പ്രകൃതിയുടെ നീതിയുണ്ട്. അത് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പുറകെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഭഗവാന്റെ വിധി വേറെ ഉണ്ട്, വെച്ചിട്ടുണ്ട്. അത്യപൂർവമായ കേസ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ കോടതി വിധി സംതൃപ്തരാണ് ഞങ്ങൾ. കോടതി വിധിയിൽ സംതൃപ്തരാണ്. കോടതി നമ്മളെ രക്ഷിച്ചു. കോടതി വിധിയിൽ സംതൃപ്തരാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. കോടതി ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച ഒരു ടീമുണ്ട്. DYSP ജയരാജ് സാറും അദ്ദേഹത്തിൻ്റെ ടീം. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് വിലയിടാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ DYSP സാറിനുള്ള നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീം വളരെ നന്നായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ, സത്യസന്ധമായ കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചത്. ജയരാജ് സാറിൻ്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിപ്ലവകരമായ വിധിയാണ് വന്നിരിക്കുന്നത്. ഒരു കേസിൽ 15 പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ കൊടുക്കുന്നത് അത്തരമൊരു അപൂർവ കേസുകളിൽ മാറുകയാണ്. അതെ, അത്യപൂർവമായ കേസ് തന്നെയാണിത്. ഒരു വീട്ടിൽ കയറിയും ഒരാൾ ഇത്ര ഒരു ഇത് ചെയ്തിട്ടില്ല. വെറുതെ ഒരു കൊലപാതകം എന്ന് ഇതിന് എഴുതി തള്ളാൻ പറ്റില്ല. സാധാരണ ഒരു കൊലപാതകത്തിൻ്റെ കൂടുതൽ പെടില്ല ഇത്. അത്ര വായിക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ ഏട്ടനെ അവർ കാണിച്ചു വെച്ചത്. അത് കണ്ടത് ഞാനും അമ്മയും അനിയനും എൻ്റെ മക്കളുമാണ്. അത്യപൂർവം തന്നെയാണ്. തെളിവുകളെല്ലാം എത്തിച്ചു. അത് ജയരാജ് സാറിന് ഞാൻ പറഞ്ഞല്ലോ, അത് DYSP ടീം, അദ്ദേഹത്തിൻ്റെ ടീം നന്നായിട്ട് പ്രവർത്തിച്ചു. കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ എത്തിച്ചു. അതുപോലെ തന്നെ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പ്രോസിക്യൂട്ടർക്ക് സാധിച്ചു. പ്രോസിക്യൂട്ടറോടും അവരോടുള്ള നന്ദിയൊന്നും പറഞ്ഞാൽ തീരില്ല. ഈ കേസിന്റെ മുന്നോട്ട് പോക്കിലാണ് ഒരു ഹിറ്റ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി ഇത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. അതെ, ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവെല്ലാം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് കോടതി എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിന്റെ കോൺസ്പിറസി ആംഗിൾ കൃത്യമായി പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ളത്. അതെ അതെ അതെ, കഴിഞ്ഞിട്ടുണ്ട്. കോൺസ്പിറസിയിൽ പങ്കെടുത്തവർ കൂടി വധശിക്ഷ താങ്കൾ അഡ്വക്കേറ്റ് കൂടിയാണല്ലോ. എങ്ങനെയാണ് ഇതേക്കുറിച്ച് താങ്കൾ? ഇതിൽ സത്യത്തിൽ ഞാൻ ഇതിൽ അഡ്വക്കേറ്റ് എന്ന നിലയിലല്ല നിൽക്കുന്നത്. രഞ്ജി ശ്രീനിവാസിൻ്റെ ഭാര്യ എന്ന നിലയിലാണ്. ആ ഒരു വൈകാരികമായ ഇത് മാത്രമേ എനിക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. വിശദമായ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂട്ടർ പറയും. നിയമത്തിൻ്റെ ഇതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്തായാലും കോടതിയിൽ അത് നന്നായിട്ട് അത് പ്രോസിക്യൂട്ടർ പ്രസൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു. രഞ്ജി ശ്രീനിവാസിന്റെ കുടുംബാംഗങ്ങൾ വിധിയോട് പ്രതികരിക്കുകയായിരുന്നു. വിധിയിൽ സംതൃപ്തരാണ് എന്നാണ് ഭാര്യ ലിഷ പറഞ്ഞത്. നഷ്ടം വളരെ വലുതാണ്, എന്നാൽ കോടതി വിധിയിൽ ആശ്വാസമുണ്ട് എന്ന് ലിഷ പറയുന്നു. അമ്മ വിനോദിനിയും പ്രതികരിച്ചു. കോടതി രക്ഷിച്ചു എന്നാണ് രഞ്ജി ശ്രീനിവാസന്റെ അമ്മ പറഞ്ഞത്. പ്രതികൾക്ക് വധശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നും അമ്മ വിനോദിനി പറഞ്ഞു. ലിഷ പറഞ്ഞ മറ്റൊരു കാര്യം, സത്യസന്ധമായി ആണ് അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിച്ചത്. അതിന് DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് നന്ദി പറയുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും വളരെ പ്രധാനമായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നന്ദിയാണ് എന്നും ലിഷ പറയുന്നു.